ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്യാമും അഞ്ജലിയും കിടക്കുന്ന സമയത്ത് ശ്യാമേട്ട, ഈ ഹോളി എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. അതെന്താ രാജകുമാരി, എന്താന്ന് ശ്യാമേട്ടൻ തന്നെ പറ. എനിക്കറിയാം, പക്ഷെ നിന്റെ നാവിൽ നിന്ന് കേൾക്കുന്നതാ എനിക്കിഷ്ടം. ഇത്തവണത്തെ ഹോളി നമ്മുടെ കുഞ്ഞിന്റെ ആദ്യത്തെ ഹോളിയാണ്. കൂടാതെ എന്റെ അനിയന്മാർക്ക് കല്യാണം കഴിച്ചിട്ടുള്ള ആദ്യത്തെ ഹോളിയല്ലേ. ആകാശിന്റെ കാര്യം പോട്ടെ എന്ന് വെക്കാം, കുഞ്ഞിന്റെ കാര്യത്തിൽ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ശ്യാമേട്ട. അവൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു വിവാഹം നടത്തുമെന്ന്. അതെ, അത് തീർത്തും അനാവശ്യമായി പോയി എന്ന് പറയട്ടെ ശ്യാം. അത് മാത്രല്ല ശ്യാമേട്ട, എനിക്ക് മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. എന്താന്ന് പറയാവോ? ഇനി അത് മാത്രം എന്തിന് രാജകുമാരി എനിക്ക് തരുന്നത്, നീ തന്നെ പറഞ്ഞോ എന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, ഇത്തവണ നിങ്ങൾ എന്റെ കൂടെയാ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ഓ അതോ, അത് നിവൃത്തികേടുകൊണ്ടല്ലേ എന്ന് ചോദിക്കട്ടോ. നിവൃത്തികേടുണ്ടോ? അതെന്താ അങ്ങനെ? അയ്യോ അതല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ കുഞ്ഞു രാജകുമാരിക്ക് എൻ്റെ ശബ്ദവും സാമീപ്യവും ഒക്കെ അനുഭവപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ നിന്റെ കൂടെ തന്നെ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്ന് പറയുമ്പോൾ അഞ്ജലിക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, അയ്യോ ശ്യാമേട്ടാ, ഞാൻ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവച്ചില്ല, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറയാം കേട്ടോ. എന്നിട്ട് അഞ്ജലി എണീറ്റ് പോകുന്നുണ്ട്. അഞ്ജലി പോയി കഴിഞ്ഞതിന് ശേഷം ശ്യാം അവിടെ കിടന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അശ്വിൻ, നീ ആയിരിക്കും അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്, പക്ഷെ അവളുടെ കൂടെ ജീവിക്കാൻ പോകുന്നത് ഞാൻ തന്നെ. ഈ ശ്യാം മാധവ് നാളെ ഹോളിക്ക് അവളുടെ മുഖത്ത് ചായം തേക്കാൻ ആദ്യം പോകുന്നത് ഞാൻ തന്നെ, അതിലൊരു സംശയം വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. തുടർന്ന് നമ്മുടെ അശ്വിനും ശ്രുതിയും ഉറങ്ങുന്ന സമയത്ത് ശ്രുതിയാണെങ്കിൽ ഉറക്കപ്പിച്ചിൽ എന്തൊക്കെയോ ബാൽക്കണിയിൽ നിന്ന് പറയണേ. ഇനി ഹോളി ആഘോഷം വരാൻ പോകുന്നു. അശ്വിൻ, മുത്തശ്ശി, മനോരമ ഇവർ ഓരോ കാര്യങ്ങൾ ഓർഡർ ഇടാൻ എന്തൊരു ഉത്സാഹം അവർക്ക്. ഇവിടെ ഹോളി നടക്കുമ്പോൾ ഞാൻ എല്ലാത്തിനെയും കൊണ്ട് തേര് തള്ളിപ്പിക്കും. അത് വേണ്ട, പഴനിമലയ്ക്ക് നേർച്ച നേർന്ന് മൊട്ടയടിച്ച് കാവടി അടിപ്പിക്കും. ഈ ശ്രുതിയോടാ അവരുടെ കളി. എടി ചേച്ചി, ഇതിനൊന്നും സമ്മതിക്കരുത് നീ എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മുടെ ശ്രുതിക്ക് ബോധം വരുന്നത്. അയ്യോ എൻ്റെ കുട്ടീഷ്ണ, ഇതെന്റെ വീടല്ലല്ലോ, അശ്വിൻ സായിറാമിന്റെ വീടാണല്ലോ. ഞാൻ എൻ്റെ വീടെന്ന് വെച്ചല്ലേ ഞാനും എൻ്റെ ചേച്ചിയും ഇവിടുത്തെ ഹോളി ആഘോഷിക്കാൻ തയ്യാറില്ല. ഞാൻ ഇപ്പം തന്നെ പോയി ചേച്ചിയോട് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, അവർ ഉറങ്ങിക്കാണും എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ അങ്ങ് എണീക്കുകയാണേ. ഹലോ, എക്സ്ക്യൂസ് മീ ശ്രുതികുമാരി ലക്ഷ്മി, നീ രാത്രിയും മറ്റുള്ളവരെ ഇങ്ങനെ ശല്യം ചെയ്യണമെന്ന് നിനക്ക് നേർച്ച വല്ലതും ഉണ്ടോ? അതിന് ഞാൻ നിങ്ങളെ എന്ത് ചെയ്തെന്നാ? ഒന്ന് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ? ഞാനതിന് ഇവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യേ? എന്ത്? മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാനാ പറഞ്ഞത് എന്നും പറഞ്ഞ് നമ്മുടെ അശ്വിൻ അവിടെ കിടക്കുകയാണേ. അപ്പൊ ശ്രുതിയും അങ്ങനെ കിടക്കുന്നുണ്ട്. എൻ്റെ കുട്ടീഷ്ണ, ഇനി സ്വപ്നത്തിലൊന്നും കാണല്ലേ എന്നും പറഞ്ഞ് രണ്ടുപേരും മൂടി പൊതിച്ച് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ അഞ്ജലി ആണെങ്കിൽ പാലും കടലമാവും കൂടി ഒരു ബൗളിൽ കലക്കി ഇങ്ങനെ വരികയാണേ. അപ്പോൾ ശ്രുതി, അതെന്താ അഞ്ജലി മേഡം എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത്, ഇത് ഹോളിക്ക് ഇവിടെ കലക്കി വെക്കുന്നതാ. ഹോളി ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് അവരൊക്കെ കുളിപ്പിച്ചെടുക്കണ്ടേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രാമേട്ടൻ ഒരു പെട്ടിയുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയ്യോ രാമേട്ടാ, ഈ പെട്ടിയല്ലല്ലോ ഞാൻ എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞത്, ഇത് മുത്തശ്ശിയുടെ പെട്ടിയല്ലേ? കുഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ കരുതി എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണേ. രാമ, എന്തിനാ ഈ പെട്ടി എടുത്തത്? അത് പിന്നെ അവിടെ കൊണ്ടുവയ്ക്ക്. മുത്തശ്ശി, ഈ പെട്ടി ഏതായാലും എടുത്തില്ലേ, നമുക്ക് ഇത്തവണത്തെ ഹോളി ആഘോഷം മുത്തശ്ശിക്കും കൂടെ ആയിക്കൂടെ? അഞ്ജലി മോളെ, നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. എന്തായാലും ഹോളിക്കൊപ്പം നിങ്ങളുടെ കൂടെയൊക്കെ നിൽക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ അതില്? അപ്പോൾ പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി വന്നിട്ട് നമ്മുടെ മുത്തശ്ശിയോട്, മുത്തശ്ശി ഹാപ്പി ഹോളി എന്ന് പറയുമ്പോൾ മുത്തശ്ശി ആകെ സങ്കടത്തിൽ പോവാണ് കേട്ടോ. ആ പെട്ടിയിൽ എന്താ മേഡം എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, അത് പണ്ട് മുത്തശ്ശിയും മുത്തശ്ശനും കൂടി ഹോളി ആഘോഷിച്ചിരുന്ന സാധനങ്ങളാ ശ്രുതി. കുറച്ചുനാൾ മുൻപ് വരെ മുത്തശ്ശി എല്ലാ ആഘോഷത്തിലും കൂടിയിരുന്നു. പക്ഷേ ഇപ്പോ എന്ന് പറഞ്ഞിട്ട് ആ പെട്ടി തുറക്കുന്നുണ്ട്. എന്നിട്ട് അതിലെ പട്ടുസാരി എടുത്തിട്ട് ശ്രുതിക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് മുത്തശ്ശി ഉടുത്തിരുന്ന പട്ടുസാരിയാ. ഹോളി ദിവസം വരുമ്പോൾ രാവിലെ തൊട്ട് മുത്തശ്ശി ഇതിൽ നോക്കിയിട്ട് കുറേ നേരം പ്രാർത്ഥിക്കും എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ഒരു ഐഡിയ തോന്നുകയാണ് കേട്ടോ. അഞ്ജലി മേഡം, ഇത്തവണത്തെ ഹോളി ആഘോഷത്തിൽ നമുക്ക് മുത്തശ്ശിയെ കൂടി പങ്കെടുപ്പിച്ചാലോ? ഏയ്, മുത്തശ്ശി അതിനൊന്നും തയ്യാറാവില്ല ശ്രുതി. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. നീ ഏതായാലും ശ്രമിച്ചു നോക്കിക്കോ എന്ന് പറയട്ടെ അഞ്ജലി. നോക്കിക്കോ അഞ്ജലി മേഡം, ഇത്തവണത്തെ ഹോളി ആഘോഷത്തിൽ മുത്തശ്ശിയെ നമ്മുടെ കൂടെ അടിച്ചു പൊളിക്കും. അല്ല അഞ്ജലി മേഡം, നമുക്ക് ഹോളിക്കുള്ള കളറൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകണ്ടേ? അതൊക്കെ ഇവിടെ എത്തിക്കാറാ പതിവ്. നിനക്ക് വേണ്ടത് അതിൽ നിന്ന് എടുത്തോ എന്ന് പറയട്ടോ അഞ്ജലി. ശരി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് അപ്പോൾ അവിടെ ഒരാൾ വരുന്നുണ്ട്. അതെ, അഞ്ജലി മേഡം പറഞ്ഞിട്ട് വന്നതാ, ഹോളിക്ക് ആഘോഷിക്കാനുള്ള സാധനങ്ങളുമായിട്ട് വന്നതാ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി
ഓരോന്ന് നോക്കിയിട്ട് എനിക്ക് കുറച്ച് കളർ പൊടികളും കുങ്കുമവും വേണം എന്ന് പറയുമ്പോൾ അയാൾ അതൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പ്രീതി വന്നിട്ട് ഇത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീതിയും കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മനോരമ അങ്ങ് വന്നിട്ട് അല്ല മരുമോളും ഡ്യൂപ്ലിക്കേറ്റ് മരുമോളും കൂടി അങ്ങോട്ട് തകർത്ത് പർച്ചേസ് ചെയ്യാണല്ലോ, ഇതിനൊക്കെ കൊടുക്കാനുള്ള ക്യാഷ് കയ്യിലുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ മുഖം മാറുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണേ. അല്ല മനോരമേ, നീ കുറെ ഓർഡർ ചെയ്തപ്പോൾ ഇയാൾ ഇവിടെ കൊണ്ടുവന്ന് തന്നില്ലേ, അതുപോലെ അവരും ഓർഡർ ചെയ്യട്ടെ, അവർക്ക് വേണ്ട സാധനങ്ങൾ എടുത്തോട്ടെ, അതിന് നിനക്കെന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ എൻ്റെ മോൻ ആകാശ് അധ്വാനിച്ച ക്യാഷാണെന്ന് ഓർത്താൽ നന്ന് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെയും പ്രീതിയുടെയും മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്. എൻ്റെ മൈ ഗോഡ്, എന്തെങ്കിലും ഒരു ആഘോഷം വരാൻ കാത്തിരിക്കുക, സിസ്റ്റേഴ്സ് അങ്ങ് മുടിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് കയറി പോകുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതൊന്നും കാര്യമാക്കണ്ട, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് പോവാണേ. ആ സമയത്ത് അയാള് 2700 രൂപ എന്ന് പറയുന്നുണ്ട്. അയ്യോ ക്യാഷ് ഞാൻ ആകാശേട്ടനോട് ചോദിക്കട്ടെ ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അത് വേണ്ട ചേച്ചി, എൻ്റെ കുടുക്കലിൽ ഉണ്ടാവും, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി റൂമിലേക്ക് പോവാണേ. അങ്ങനെ ശ്രുതി റൂമിലെത്തുകയും അവിടെ കാണുന്ന ഒരു പെട്ടിയിൽ നിന്ന് കുടുക്ക എടുക്കുകയാണ്. അങ്ങനെ അതിൽ നിന്ന് കുറേ ചില്ലറ പൈസ കേട്ടോ വീഴുന്നത്. അപ്പം അത് പല പല സ്ഥലത്തേക്ക് തെറിച്ച് പോകുന്നുണ്ട്. അപ്പം ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ അശ്വിൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു തല തട്ടാൻ പാകത്തിനുള്ള ഒരു സ്ഥലത്തേക്കാണ് ശ്രുതി പോയി ചില്ലറ തപ്പിയെടുക്കുന്നത്. അപ്പോൾ ശ്രുതിയുടെ തല മുട്ടും എന്നാലോചിച്ച് നമ്മുടെ അശ്വിൻ വന്നിട്ട് അത് പിടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് സന്തോഷമാവുന്നുണ്ടെങ്കിലും അശ്വിനോട് അല്ല നിങ്ങൾക്കപ്പോൾ മറ്റുള്ളവരുടെ കാര്യത്തിലും കൺസിഡറേഷൻ ഒക്കെ ഉണ്ടല്ലേ എന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ ആരും ഇല്ലല്ലോ കാണാൻ വേണ്ടിയിട്ട്, പിന്നെ എന്തിനാ നിങ്ങൾ ഈ നാടകം നടത്തിയത്? നമുക്ക് മറ്റുള്ളവരുടെ മുൻപിൽ മാത്രം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ സ്നേഹത്തോടെ ജീവിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ അത് പിന്നെ അത് ഇത് എന്നൊക്കെ പറയണേ. ഒന്നും പറയാതെ ചമ്മി നിൽക്കാട്ടോ. അതിന് നിന്നോടാരാ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞത്? ആകെ ഈ തലയിൽ കുറച്ച് ബുദ്ധിയുള്ളൂ, അത് തട്ടിയും മുട്ടിയും പോവണ്ടല്ലോ എന്ന് വിചാരിച്ച് സഹതാപത്തോടെ പിടിച്ചു തന്നേ ഉള്ളൂ, അല്ലാതെ നിന്നോട് സ്നേഹം ഉണ്ടായിട്ടൊന്നല്ല. ഇനി മാഡത്തിന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇനി അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ആ ക്യാഷൊക്കെ എടുത്തിട്ട് എണ്ണി നോക്കുന്നുണ്ട്. ഈശ്വര ഇത് തികയില്ലല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആ കുടുക്ക പൊട്ടിച്ചും പോയി എന്ന് പറഞ്ഞിട്ട് അശ്വിനെ നോക്കുകയാണ് കേട്ടോ. അശ്വിനാണെങ്കിൽ ആ സമയത്ത് ലാപ്ടോപ്പൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. ഇതിന്റെ ഇടയിൽ ശ്രുതി എന്താ ചെയ്യണമെന്നും നോക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി നോക്കിയിട്ട് പറയുന്നുണ്ട് അതെ എനിക്ക് ഒരു ലോൺ വേണമായിരുന്നു. ലോൺ? അതിന് ഞാൻ ബാങ്കൊന്നും നടത്തുന്നില്ലല്ലോ. അല്ല നിങ്ങൾക്ക് ബിസിനസ് ഡീലൊക്കെ ഇഷ്ടമുള്ള ആളല്ലേ, അതുപോലെ എനിക്ക് 3000 രൂപ ലോൺ തരണം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ ചിരിച്ചു പോവാണ് കേട്ടോ. എന്തിനാ ചിരിക്കുന്നത്? ഞാൻ ഭിക്ഷക്കാശൊന്നുമല്ലല്ലോ ചോദിച്ചത്, ഞാൻ ഇവിടുത്തെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തു, ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിക്കല്ലേ, ആ ഒരു പരിചയത്തിന്റെ പേരിൽ എനിക്ക് ലോൺ അനുവദിച്ച് തന്നൂടെ ആ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറിയിൽ നിന്ന് ഒരു പേജ് പിച്ചിട്ട് അതിൽ എഴുതാൻ കേട്ടോ. ശ്രുതികുമാരി ലക്ഷ്മി എന്ന ഞാൻ അശ്വിൻ സായിറാമിന്റെ കയ്യിൽ നിന്ന് 3000 രൂപ കടമായി വാങ്ങിയിരിക്കുന്നു എന്ന് ശ്രുതികുമാരി ലക്ഷ്മി ഇതാ എന്ന് പറഞ്ഞിട്ട് അശ്വിന് കൊടുക്കാണ് കേട്ടോ. അപ്പൊ അശ്വിൻ ആദ്യം അത് വാങ്ങുന്നില്ലേ, നിങ്ങളെല്ലാത്തിനും ഒരു ഉടമ്പടി വെക്കുന്നില്ലേ, അതുപോലെ ഞാൻ ഒരു ഉടമ്പടി വെച്ചെന്നേ ഉള്ളൂ, ഇനിയെങ്കിലും എനിക്ക് 3000 രൂപ അനുവദിച്ച് തന്നൂടെ, ഞാൻ നിങ്ങളെ പറ്റിക്കൊന്നുമില്ല കേട്ടോ, ഇതിനാ ഈ ഉടമ്പടി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അശ്വിൻ അത് വാങ്ങിക്കുകയാണ് കേട്ടോ. വായിക്കുന്ന സമയത്ത് അശ്വിൻ തന്നെ ചിരി വരികയാണേ. എന്നിട്ട് 3000 രൂപ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 4, 5, 6 അത് 3000 രൂപയുണ്ട് എന്നും പറഞ്ഞ് ശ്രുതി അശ്വിനെ നോക്കി നിൽക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. ബൈ.